കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഞായറാഴ്ച സമാപിക്കും. 5-ാം ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങൾ, മുത്തുക്കുടകൾ, താലപ്പൊലിയേന്തിയ ബാലികമാർ, ഗോപിക ഗോപന്മാർ എന്നിവരുടെ അകമ്പടിയോടെ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തരും പങ്കെടുത്തു. കമ്പല്ലൂർ കാട്ടിപ്പൊയിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര യജ്ഞവേദിയിൽ സമാപിച്ചു. Krishna 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 Hare 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 Krishna Hare Hare Rama 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 Hare Shama
ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും പങ്കെടുക്കുക. മുഴുവൻ പേരും പങ്കെടുക്കുമ്പോൾ പിന്നെ നടത്തത്തിന് വിഷമാവും. അതുകൊണ്ട് ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് ഭാഗവതം കേൾക്കുക. കുറച്ച് പേര് യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ ഇന്ന് ഹംസാവതാരം വരെയുള്ള ഭാഗങ്ങൾ വ്യാഖ്യാനിക്കും. വൈകിട്ട് 5-ന് ഉണ്ണിയൂട്ട് നടക്കും. സപ്താഹയജ്ഞം ഞായറാഴ്ച സമാപിക്കും. ഏപ്രിൽ 9 മുതൽ ക്ഷേത്രത്തിലെ മഹോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, കമ്പല്ലൂർ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.